കൊട്ടാരക്കരയിൽ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്തറുത്തു കൊന്നു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി സരസ്വതിയാണ് മരിച്ചത്. ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ലിജോ, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തിനാണ് ഇങ്ങനെയൊരു നിഷ്ഠൂര കൊലപാതകം ചെയ്തത്? രേഷ്മ, ഈ അതിക്രൂരമായ കൊലപാതകം നടക്കുന്നത് ഇന്ന് രാവിലെയാണ്. ഈ സുരേന്ദ്രൻ പിള്ളയും ഭാര്യയും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇരുവരും തമ്മിൽ രാവിലെ വാക്കുതർക്കമുണ്ടായി. തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ മുൻപും സുരേന്ദ്രൻ പിള്ള ഭാര്യയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബന്ധുക്കൾ ഉൾപ്പെടെ ഇടപെട്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്. എന്നാൽ കുറെ നാളായി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇയാൾ സംശയമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പിള്ളയുടെ വീട്ടിൽ ബന്ധുക്കളും മറ്റുമൊക്കെ ഒരുമിച്ച് ചേർന്ന് അവർ ഈ ഓണസദ്യയൊക്കെ കഴിച്ചിരുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നു. പക്ഷെ ഇന്ന് രാവിലെ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് അറിയില്ല. ഈ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചതിന് ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം സുരേന്ദ്രൻ പിള്ള തന്നെ ഈ പോലീസ് സ്റ്റേഷൻ, അതായത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് സമീപത്ത് നിന്നും ഒരു ഓട്ടോ വിളിച്ച് അവിടേക്ക് ചെന്ന് ഇറങ്ങിയാണ് ഇത്തരത്തിൽ ഞാൻ ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പറയുകയും പോലീസ് എത്തി പരിശോധിക്കുമ്പോഴാണ് ഇയാളുടെ ഭാര്യയായിട്ടുള്ള സരസ്വതി അമ്മയുടെ മൃതദേഹം കണ്ടെത്താനായിട്ടുള്ളത്. തുടർന്ന് പരിശോധനകൾ നടത്തി വരുന്നു. നിലവിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. 2 പേർ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അതിൽ ഒരാൾ നിലവിൽ നാട്ടിലോട്ട്, വിദേശത്ത് തന്നെയാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. സംശയമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കലാശിച്ചെന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.